ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PNV അമേസിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 7th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് ഫസ്റ്റ് ചാപ്റ്റർ മധ്യകാല ഇന്ത്യ അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. സാംസ്കാരിക സമന്വയം, ഒരു വലിയ ചിത്രം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്. ആ ചിത്രം എന്താണെന്ന് നോക്കാം. രസ്നാമ എന്ന പുസ്തകത്തിൻ്റെ പുറംചട്ട. ചിത്രം ശ്രദ്ധിച്ചുവല്ലോ. മുഗൾ ഭരണകാലത്ത് പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട മഹാഭാരതത്തിൻ്റെ പുറംചട്ടയുടെ ചിത്രമാണിത്. മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാൻ്റെ മകനായ ദാരാ ഷുക്കോ ആണ് ഇത് പരിഭാഷപ്പെടുത്തിയത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചിത്രമാണിത്. രസ്നാമ എന്ന പുസ്തകത്തിൻ്റെ പുറംചട്ടയാണ്. മഹാഭാരതം പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തതാണ് രസ്നാമ. വിവർത്തനം ചെയ്ത വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ്റെ മകൻ ദാരാ ഷുക്കോ ആണ്. മുഗൾ വംശജർ ഇന്ത്യൻ സംസ്കാരവുമായി കൂടിച്ചേർന്നതിൻ്റെ ഉദാഹരണമാണിത്. ഇക്കാലത്ത് വിവിധ മേഖലകളിൽ സാംസ്കാരിക കൂടിച്ചേരലുകൾ നടന്നു. അത്തരത്തിലുള്ള സാംസ്കാരിക സമന്വയത്തിൻ്റെ ചില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. താജ്മഹൽ, ആഗ്ര കോട്ട, ചെങ്കോട്ട തുടങ്ങിയവ ഇന്ത്യയുടെയും മുഗളന്മാർ ഇവിടേക്ക് കൊണ്ടുവന്ന പേർഷ്യൻ വാസ്തുവിദ്യാ ശൈലിയുടെയും സമന്വയത്തിന് ഉദാഹരണങ്ങളാണ്. പേർഷ്യൻ, ഹിന്ദി ഭാഷകൾ കൂടി പുതിയൊരു ഭാഷയായ ഉറുദു രൂപപ്പെട്ടതും ഇക്കാലത്താണ്. ഹിന്ദുസ്ഥാനി സംഗീതം ഉത്ഭവിച്ചതും ഈ സമന്വയത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ താജ്മഹൽ, ആഗ്ര കോട്ട, ചെങ്കോട്ട മുതലായ മഹത്തര ശില്പികളെല്ലാം ഇന്ത്യയുടെയും പിന്നെ മുഗളന്മാർ ഇവിടേക്ക് കൊണ്ടുവന്ന പേർഷ്യൻ വാസ്തുവിദ്യാ ശൈലിയുടെയും സമന്വയത്തിന് ഉദാഹരണങ്ങളാണെന്നാണ് പറയുന്നത്. പിന്നെ പേർഷ്യൻ, ഹിന്ദി ഭാഷകൾ കൂടിച്ചേർന്നിട്ടുള്ള ഭാഷയാണ് ഉറുദു. അതുപോലെ തന്നെ മുഗളന്മാരെ നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷമാണ് ഹിന്ദുസ്ഥാനി സംഗീതം ഉത്ഭവിച്ചതെന്നും പറയപ്പെടുന്നു. അടുത്തതായി പാഠപുസ്തകത്തിൽ തന്നിട്ടുള്ള ചിത്രം ഏവർക്കും പരിചിതമായൊരു ചിത്രമാണ്. എല്ലാവർക്കും അറിയാം, താജ്മഹലിൻ്റെ ചിത്രമാണ്. നെക്സ്റ്റ് തന്നിട്ടുള്ളത് ആഗ്ര കോട്ടയുടെ ചിത്രമാണ്. മുഗൾ ഭരണകാലത്ത് മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇത്തരത്തിലുള്ള സമന്വയത്തിൻ്റെ ഉദാഹരണങ്ങൾ കാണാൻ കഴിയും. അടുത്തതാണ് വിജയനഗര ഭരണം. ഈ ഒരു പാഠത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ 2 പിക്ചർ കണ്ടിരുന്നു. ഒന്ന് ചെങ്കോട്ടയുടെയും പിന്നെ കണ്ട പിക്ചറാണ് ഹംപിയുടെയും. അപ്പോൾ നമ്മൾ ഈ പാഠത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ചർച്ച ചെയ്തത് മുഗളന്മാരുടെ ഭരണത്തെക്കുറിച്ചായിരുന്നു. മുഗൾ ചക്രവർത്തിമാരുടെ ഭരണത്തെക്കുറിച്ചായിരുന്നു. അതിലെ പ്രധാനമായും അക്ബർ ചക്രവർത്തിയുടെ ഭരണമായിരുന്നു നമ്മൾ ചർച്ച ചെയ്തത്. പിന്നീട് രണ്ടാമതായി വരുന്നതാണ് വിജയനഗര ഭരണം. മധ്യകാലത്ത് ഡൽഹി കേന്ദ്രമാക്കി ഭരണം നടത്തിയ മുഗൾ രാജവംശത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഇക്കാലത്ത് ദക്ഷിണേന്ത്യയിലും വ്യത്യസ്ത രാജവംശങ്ങൾ നിലനിന്നിരുന്നു. അക്കൂട്ടത്തിൽ പ്രധാനപ്പെട്ടതാണ് വിജയനഗര രാജ്യം. വിജയനഗരവും ഹംപിയും. വിജയനഗരം, വിജയത്തിൻ്റെ നഗരം. വിജയനഗരം എന്ന് വെച്ചാൽ വിജയത്തിൻ്റെ നഗരം. ഒരേ സമയം ഒരു നഗരത്തിൻ്റെയും രാജ്യത്തിൻ്റെയും പേരായിരുന്നു. CE 1565 ഈ നഗരം നശിപ്പിക്കപ്പെടുകയും തുടർന്നുള്ള നൂറ്റാണ്ടുകളിൽ അത് ജനമനസ്സുകളിൽ മാത്രം നിൽക്കുകയും ചെയ്തു. അവരുടെ ഓർമ്മയിൽ അത് ഹംപി എന്ന പേരിൽ നിലനിന്നു. 1800 കേണൽ മക്കൻസി എന്ന ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്യോഗസ്ഥനാണ് ഹംപിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. അതിലൂടെയാണ് വിജയനഗരത്തിൻ്റെ ചരിത്രത്തിലേക്ക് ഗവേഷകരുടെ ശ്രദ്ധ പതിഞ്ഞത്. നമ്മുടെ പാഠപുസ്തകത്തിൽ നൽകിയിട്ടുള്ളത് ഒരു ഭൂപടമാണ്. നമ്മുടെ ഇന്ത്യയുടെ തന്നെ ഭൂപടമാണ്. ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം, അതിൻ്റെ ഒരു ഭാഗത്ത് ഒരു റെഡിഷ് കളർ കൊണ്ട് അടയാളപ്പെടുത്തിയിരിക്കുന്നു. ഈ ഒരു ഭാഗത്താണ് വിജയനഗര സാമ്രാജ്യം അല്ലെങ്കിൽ വിജയനഗരം സ്ഥിതി ചെയ്തിരുന്നത്. അവിടെയാണ് ഇവരുടെ ഭരണം നടന്നിരുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഏതെല്ലാം ഭാഗങ്ങളിലാണ് ഈ ഭരണം
വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഭരണം നടന്നിരുന്നത് എന്ന് കണ്ടെത്തണം. കൃഷ്ണദേവരായരുടെ കാലത്തെ വിജയനഗരം, അതാണ് ഈ ഒരു റെഡിഷ് കളറിലെ നമുക്ക് നൽകിയിരിക്കുന്നത്. ഭൂപടം നിരീക്ഷിച്ച് വിജയനഗരത്തിൽ ഉൾപ്പെട്ട ഇന്നത്തെ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ കണ്ടെത്തി പട്ടികപ്പെടുത്തുക. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഭൂപടത്തിലെ കർണാടക വരുന്നുണ്ട്, തമിഴ്നാട് വരുന്നുണ്ട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷയുടെ ചില ഭാഗങ്ങൾ, പിന്നെ ഗോവ, ഇതെല്ലാം വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഭരണത്തിൽ ഉൾപ്പെട്ട ഭാഗങ്ങളായിരുന്നു. ഇനി വിജയനഗര രാജാക്കന്മാർ. അപ്പോൾ പലതരത്തിലുള്ള രാജവംശങ്ങളാണ് നിലനിന്നിരുന്നത്. ആദ്യത്തെ സംഗമ രാജവംശം. സംഗമ രാജവംശത്തിലെ ഹരിഹരനും ബുക്കനുമായിരുന്നു പ്രധാനപ്പെട്ട രാജാക്കന്മാരെ. രണ്ടാമതായി സാലുവ വംശം. അവിടെ വരുന്ന പ്രധാനപ്പെട്ട രാജാവ് നരസിംഹ സാലുവയാണ്. നെക്സ്റ്റ് തുളുവ വംശം. അവിടെ വരുന്ന രാജാക്കന്മാരെ വീരനരസിംഹനും കൃഷ്ണദേവരായരും. നെക്സ്റ്റ് അരവിഡു വംശം. രാജാക്കന്മാർ തിരുമല വെങ്കിട ഫസ്റ്റ്. ഹരിഹരൻ, ബുക്കൻ എന്നീ സഹോദരങ്ങളാണ് CE 1336 വിജയനഗരം സ്ഥാപിച്ചത്. ദക്ഷിണേന്ത്യയിലെ ശക്തവും സമ്പന്നവുമായ രാജ്യമായിരുന്ന വിജയനഗരത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരിയായിരുന്നു കൃഷ്ണദേവരായർ. 1509 മുതൽ 1529 വരെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഭരണകാലം. അദ്ദേഹത്തെക്കുറിച്ച് യൂറോപ്യൻ സഞ്ചാരിയായ ബാർബോസ പറഞ്ഞ വാക്കുകൾ നമുക്ക് പരിചയപ്പെടാം. ഏതൊരാൾക്കും യാതൊരു അസ്വാരസ്യവുമില്ലാതെ ക്രിസ്ത്യാനിയെന്നോ ജൂതനെന്നോ മൂറെന്നോ കിരാതനെന്നോ വ്യത്യാസമില്ലാതെ തൻ്റെ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് വന്നു പോകുന്നതിനും ജീവിക്കുന്നതിനും യാതൊരു തടസ്സവുമില്ലാത്ത വിധം രാജാവ് സ്വാതന്ത്ര്യം അനുവദിച്ചിരുന്നു. രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയും സമത്വം നിറഞ്ഞതാണ്. ബാർബോസ, ഇന്ത്യ സന്ദർശിച്ച പോർച്ചുഗീസ് സഞ്ചാരി. കൃഷ്ണദേവരായരുടെ ഭരണകാലം രാജ്യവ്യാപനത്തിൻ്റെയും വികസനത്തിൻ്റെയും കാലഘട്ടമായിരുന്നു. ധാരാളം നിർമ്മാണ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ കാലത്ത് നടത്തിയിരുന്നു. തലസ്ഥാന നഗരിയായ ഹംപിയിൽ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതോടൊപ്പം കോട്ടകളും കൊട്ടാരങ്ങളും ക്ഷേത്രങ്ങളും പണികഴിപ്പിച്ചിരുന്നു. മതസഹിഷ്ണുതയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രശസ്തിക്ക് മറ്റൊരു പ്രധാന കാരണം. എല്ലാ മതങ്ങളെയും ഒരുപോലെ പരിഗണിക്കുകയും വിവിധ മതസ്ഥർക്ക് അവരുടേതായ വിശ്വാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് ജീവിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അനുവദിക്കുകയും ചെയ്തിരുന്നു. കൃഷ്ണദേവരായരുടെ കാലത്ത് കല, സാഹിത്യ, സാംസ്കാരിക മേഖലകളും ഗണ്യമായ പുരോഗതി കൈവരിച്ചിരുന്നു. അസാമാന്യമായ പാണ്ഡിത്യമുണ്ടായിരുന്ന അദ്ദേഹം അമുക്തമാല്യത, ജാമ്പവതി കല്യാണം എന്നീ കൃതികൾ രചിച്ചിട്ടുണ്ട്. അപ്പോൾ കൃഷ്ണദേവരായരുടെ പ്രശസ്തമായ 2 കൃതികളുടെ പേരാണ് അമുക്തമാല്യത, ജാമ്പവതി കല്യാണം തുടങ്ങിയ കൃതികൾ. തെലുങ്ക്, കന്നഡ, തമിഴ് സാഹിത്യങ്ങളെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിരുന്നു. അഷ്ടദിഗ്ഗജങ്ങൾ എന്ന് അറിയപ്പെട്ടിരുന്ന പണ്ഡിതർ കൃഷ്ണദേവരായരുടെ സദസ്സിനെ അലങ്കരിച്ചിരുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്. അഷ്ടദിഗ്ഗജങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ സദസ്സിലുണ്ടായിരുന്ന പണ്ഡിതരുടെ പേര്. ഇനി അക്ബറിൻ്റെയും കൃഷ്ണദേവരായരുടെയും മതനയം താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഭരണ സംവിധാനം. വിജയനഗര ഭരണത്തിലും രാജവാഴ്ചയാണ് നിലനിന്നിരുന്നത്. നമുക്കറിയാം, മുഗൾ രാജഭരണത്തിലും രാജവാഴ്ചയായിരുന്നു. ഭരണ സൗകര്യത്തിനായി രാജ്യത്തെ മണ്ഡലങ്ങൾ, പ്രവിശ്യകൾ, മണ്ഡലങ്ങൾ അഥവാ പ്രവിശ്യകൾ, നാടുകൾ അഥവാ ജില്ലകൾ, സ്ഥലം അഥവാ ഉപജില്ലകൾ, ഗ്രാമങ്ങൾ എന്നിങ്ങനെ വിഭജിച്ചിരുന്നു. രാജാവിനെ സഹായിക്കാൻ മന്ത്രിസഭ ഉണ്ടായിരുന്നു. മന്ത്രിമാരെ തരം താഴ്ത്തുന്നതിനും ശിക്ഷിക്കാനുമുള്ള അധികാരം രാജാവിനുണ്ടായിരുന്നു. നീതി നിർവഹണത്തിനായി വിവിധ തലങ്ങളിൽ കോടതികൾ സ്ഥാപിച്ചിരുന്നു. അപ്പീൽ അധികാരി രാജാവ് തന്നെയായിരുന്നു. ചെറിയ കുറ്റങ്ങളും തൊഴിൽപരമായ പ്രശ്നങ്ങളും ഗ്രാമങ്ങളിലെ കോടതികൾ തന്നെ കൈകാര്യം ചെയ്തിരുന്നു. വിജയനഗരത്തിലെ ഭരണ സംവിധാനത്തിൽ പ്രധാന പങ്ക് വഹിച്ചവരായിരുന്നു നായകന്മാരും അമരനായകന്മാരും. സൈനിക മേധാവികൾ അമരനായകന്മാർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ സൈനിക മേധാവികളെ അമരനായകന്മാർ എന്നാണ് വിളിച്ചിരുന്നത്. രാജാക്കന്മാർ ഈ സൈനിക മേധാവികൾക്കായി ഭൂപ്രദേശങ്ങൾ അനുവദിച്ച് നൽകിയിരുന്നു.
ഈ പ്രദേശങ്ങൾ അമര എന്ന പേരിൽ അറിയപ്പെട്ടു. അമരത്തിൻ്റെ ഭരണം നിർവഹിച്ചിരുന്നത് അമരനായകന്മാരായിരുന്നു. ഈ പ്രദേശങ്ങളുടെ നികുതി പിരിക്കുന്നതിനുള്ള അവകാശം അമരനായകന്മാർക്കായിരുന്നു. അമരനായകർ രാജാവിന് ഒരു നിശ്ചിത തുക നൽകിയിരുന്നു. ഇവർ ഒരു നിശ്ചിത എണ്ണം കാലാളുകൾ, കുതിരകൾ, ആനകൾ എന്നിവ നിലനിർത്തിയിരുന്നു. ഈ വ്യവസ്ഥയെ അമരനായക സംവിധാനം എന്നാണ് വിളിച്ചിരുന്നത്. അപ്പോൾ എന്താണ് അമരനായക സംവിധാനം എന്നാണ് ഇവിടെ വെളിപ്പെടുത്തിയത്. അറിയാം, അക്ബറിൻ്റെ കാലത്ത് മാൻസബ്ദാരി സമ്പ്രദായമായിരുന്നു നിലനിന്നിരുന്നത്. എന്നാൽ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ, അതായത് കൃഷ്ണദേവരായരുടെ കാലത്ത് അമരനായക സമ്പ്രദായമാണ് നിലനിന്നിരുന്നത്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. സാമൂഹ്യ സാമ്പത്തിക സ്ഥിതി. വിവിധ ജാതി മത വിഭാഗങ്ങൾ ഉൾപ്പെട്ടതായിരുന്നു വിജയനഗര സമൂഹം. ബ്രാഹ്മണർക്കായിരുന്നു സമൂഹത്തിൽ മേധാവിത്വം ഉണ്ടായിരുന്നത്. ക്ഷേത്രങ്ങൾക്ക് അനുവദിച്ചിരുന്ന ഭൂമിയിൽ നിന്നുള്ള വരുമാനം ഇവർക്ക് അവകാശപ്പെട്ടതായിരുന്നു. ക്ഷേത്രങ്ങളിലെ പൂജാതി കർമ്മങ്ങൾ, മതപരമായ ചടങ്ങുകൾ തുടങ്ങിയവയ്ക്ക് നേതൃത്വം നൽകിയിരുന്നത് ബ്രാഹ്മണരായിരുന്നു. സമൂഹത്തിലെ മറ്റു വിഭാഗങ്ങൾ കൃഷി, കച്ചവടം, കൈത്തൊഴിലുകൾ തുടങ്ങിയ മേഖലകളിലാണ് മുഖ്യമായും ഏർപ്പെട്ടിരുന്നത്. രാജകൊട്ടാരത്തിൽ രാജകീയ കണക്കുകൾ തയ്യാറാക്കാനും പൂന്തോട്ടം അലങ്കരിക്കാനും രാജാക്കന്മാർ സ്ത്രീകളുടെ സേവനം ഉപയോഗപ്പെടുത്തിയിരുന്നു. സമ്പന്നരുടെ ഇടയിൽ ബഹുഭാര്യാത്വം നിലനിന്നിരുന്നു. ബഹുഭാര്യാത്വം എന്ന് പറഞ്ഞാൽ സമ്പന്നർക്ക് ഒന്നിൽ കൂടുതൽ ഭാര്യമാർ ഉണ്ടായിരുന്നു. ശൈശവ വിവാഹം, സതീ സമ്പ്രദായം എന്നിവയും സമൂഹത്തിൽ കാണപ്പെട്ടിരുന്നു. മുന്നോട്ടു പോകുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ വിശാലവും മനോഹരവുമായ ഒരു തെരുവുണ്ട്. ഈ തെരുവിൽ നിരവധി വ്യാപാരികൾ ജീവിക്കുന്നു. അവിടെ നിങ്ങൾക്ക് മാണിക്യക്കല്ലുകളും മരതകങ്ങളും പവിഴങ്ങളും മുത്തുകളും തുണിത്തരങ്ങളും വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് കാണാം. അവിടെ കുതിരകൾ, ഓറഞ്ച്, മുന്തിരി, തടി തുടങ്ങിയവയെല്ലാം വിൽക്കുന്നു. ഡൊമിങ്ങോ പയസ് വിജയനഗരം സന്ദർശിച്ച പോർച്ചുഗീസ് സഞ്ചാരിയുടെ വാക്കുകളാണിവ. മുകളിൽ നൽകിയിട്ടുള്ള സഞ്ചാരക്കുറിപ്പ് വായിച്ചുവല്ലോ. വിജയനഗരത്തിൻ്റെ പ്രൗഢി ആ രാജ്യം സന്ദർശിച്ച ഒട്ടേറെ സഞ്ചാരികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജനങ്ങളുടെ പ്രധാന തൊഴിൽ കൃഷിയായിരുന്നു. സിൽക്ക്, പരുത്തി വസ്ത്രങ്ങളാണ് സാധാരണയായി ഉപയോഗിച്ചിരുന്നത്. വിജയനഗരത്തിൻ്റെ ചുറ്റുമുള്ള വരണ്ട് കിടക്കുന്ന പ്രദേശങ്ങളെ ജലസേചന യോഗ്യമാക്കി. 15-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച കമലാപുരം കുളവും ഹിരിയ കനാലും തുംഗഭദ്ര നദിക്ക് കുറുകെ കെട്ടിയ അണക്കെട്ടും കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്തി. ഭൂമി സർവേ ചെയ്ത് ഗുണനിലവാരമനുസരിച്ച് നികുതി നിശ്ചയിച്ചിരുന്നു. ഭൂനികുതിക്ക് പുറമെ തൊഴിൽ നികുതി, വീട്ടുനികുതി, വിവിധ തരത്തിലുള്ള ലൈസൻസ് ഫീസുകൾ, കോടതി ശിക്ഷ അനുസരിച്ചുള്ള പിഴകൾ എന്നിവയായിരുന്നു ഗവൺമെൻറ്റിൻ്റെ പ്രധാന വരുമാന മാർഗങ്ങൾ. വിജയനഗരം ഒരു വലിയ വ്യാപാര കേന്ദ്രമായി വികാസം പ്രാപിച്ചു. ഇന്ത്യയുടെയും ലോകത്തിൻ്റെയും വിവിധ ഭാഗങ്ങളിൽ നിന്നും വ്യാപാരികൾ പേരുകേട്ട വിജയനഗരത്തിൽ എത്തിച്ചേർന്നിരുന്നു. ഭരണാധികാരികൾ വിദേശ വ്യാപാരത്തിന് വളരെയേറെ പ്രോത്സാഹനം നൽകി. പോർച്ചുഗീസുകാർക്കും അറബികൾക്കുമായിരുന്നു വിദേശ വ്യാപാരത്തിൻ്റെ കുത്തക ഉണ്ടായിരുന്നത്. ചൈന, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളുമായും വ്യാപാരം നടന്നിരുന്നു. അറേബ്യ, മധ്യേഷ്യ എന്നിവിടങ്ങളിൽ നിന്നും കൊണ്ടുവന്നിരുന്ന കുതിരകളുടെ കച്ചവടം പ്രധാനമായും നടത്തിയിരുന്നത് അറബികളായിരുന്നു. കുതിരകൾ കച്ചവടത്തിലെ ഒരു പ്രധാന ഇനമായിരുന്നു. കുതിരക്കച്ചവടത്തിൽ ഏർപ്പെട്ടിരുന്ന പ്രാദേശിക കച്ചവടക്കാർ കുതിരച്ചെട്ടികൾ എന്നറിയപ്പെട്ടു. അപ്പോൾ കുതിരക്കച്ചവടത്തിൽ ഏർപ്പെട്ടിരുന്നവരെ വിളിച്ചിരുന്ന പേരാണ് കുതിരച്ചെട്ടികൾ. കാലക്രമേണ അറബികളെ പിന്തള്ളി പോർച്ചുഗീസുകാർ ഈ കച്ചവടത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തു. വ്യാപാരത്തിൽ നിന്നുള്ള വരുമാനം രാഷ്ട്രത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തി. നഗരത്തിൽ നിന്നും ലഭിച്ച ചൈനീസ് മൺപാത്രങ്ങൾ ചൈനയുമായുള്ള കച്ചവട ബന്ധത്തെ സൂചിപ്പിക്കുന്നു. സാംസ്കാരികം. 2 ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഈ ചിത്രം ഹസാര രാമക്ഷേത്രം, ഹംപി. അടുത്ത ചിത്രം ഇതാണ്, വിത്തല സ്വാമി ക്ഷേത്രം, ഹംപി. വിജയനഗര കാലഘട്ടത്തിൽ സാംസ്കാരിക രംഗവും വലിയ പുരോഗതി കൈവരിച്ചു. വേദങ്ങളുടെയും ശാസ്ത്രങ്ങളുടെയും പഠനത്തിന് വേണ്ടി നിരവധി പാഠശാലകൾ സ്ഥാപിച്ചിരുന്നു. കല,
വാസ്തുവിദ്യ, ശില്പകല, സാഹിത്യം, സംഗീതം തുടങ്ങിയ മേഖലകളിൽ വിജയനഗര കാലത്ത് അഭൂതപൂർവമായ വളർച്ചയുണ്ടായി. കൃഷ്ണദേവരായരെ പോലുള്ള രാജാക്കന്മാർ കലയുടെയും സാഹിത്യത്തിൻ്റെയും സംരക്ഷകർ ആയിരുന്നു. ദ്രാവിഡ ശില്പരീതിയാണ് അന്ന് കൂടുതലായും പ്രാബല്യത്തിലുണ്ടായിരുന്നത്. ഗോപുരങ്ങൾ എന്നറിയപ്പെടുന്ന ഭീമാകാരങ്ങളായ ക്ഷേത്ര കവാടങ്ങളാണ് വിജയനഗര ശില്പകലയുടെ മറ്റൊരു പ്രധാന സവിശേഷത. വിരൂപാക്ഷ ക്ഷേത്രം, ഹംപി, ലോട്ടസ് മഹൽ, ഹംപി, ഇതാണ് 2 ചിത്രങ്ങൾ. സാഹിത്യരംഗവും ഇക്കാലത്ത് വളരെയധികം പുരോഗതി കൈവരിച്ചു. തെലുങ്ക് സാഹിത്യമാണ് ഏറ്റവും കൂടുതൽ വികാസം പ്രാപിച്ചത്. കൂടാതെ നിരവധി സംസ്കൃത കൃതികൾ വിവിധ പ്രാദേശിക ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടതും ഈ കാലത്താണ്. ഇത്രയേ ഉള്ളൂ ഈ ഒരു പാഠം, മധ്യകാല ഇന്ത്യ. അതിന് മാത്രം പ്രയാസമൊന്നുമില്ല, നന്നായി വായിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് കൂടുതൽ ചോദ്യങ്ങളുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്